ജമ്മുവിനെയും കശ്മീർ താഴ്വരയും നേരിട്ട് ബന്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇതിന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതിയും ലഭിച്ചു. ഏപ്രിൽ 30-ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇരുമേഖലകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടനം ചെയ്യും. റെയിൽവേ സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്, ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരാകും. നിലവിൽ ശ്രീനഗറിനും ഖത്രയ്ക്കുമിടയിലാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് പ്രവർത്തിക്കുന്നത്. 2025 ജൂൺ മാസത്തിൽ നിലവിൽ വന്ന സർവീസാണിത്. ഈ സർവീസ് ജമ്മുവിലേക്ക് നീട്ടുകയാണ് ചെയ്യുന്നത്. വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ആരംഭിച്ച് 10 മാസങ്ങൾക്ക് ശേഷമാണ് ഈ വികസനം. എല്ലാ കാലാവസ്ഥയിലും ഈ ട്രെയിൻ കണക്ടിവിറ്റി ഉണ്ടായിരിക്കും. കഴിഞ്ഞ വർഷത്തെ വെള്ളപ്പൊക്കത്തിൽ ശ്രീനഗർ ജമ്മു ദേശീയപാത നിരവധി ദിവസത്തേക്ക് അടച്ചിട്ടിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ശൈത്യകാലത്ത് കനത്ത മഞ്ഞുവീഴ്ച ദേശീയപാതയിൽ തടസ്സം സൃഷ്ടിച്ചപ്പോഴും വന്ദേ ഭാരത് പ്രവർത്തനം തുടർന്നു. ഇത് പൊതുവെ ഈ സർവീസിനോട് ജനങ്ങളിൽ മതിപ്പ് സൃഷ്ടിക്കാനിടയാക്കിയിട്ടുണ്ട്. ജമ്മു താവി റെയിൽവേ സ്റ്റേഷന്റെ പുനർനിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് ജമ്മുവിലേക്കുള്ള സർവീസുകൾ നീട്ടാൻ റെയിൽവേ ബോർഡ് തീരുമാനിച്ചതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം 3-ൽ നിന്ന് 7 ഉയർത്തുകയാണിപ്പോൾ. ട്രെയിൻ നീട്ടുന്നതിനോടൊപ്പം കൂടുതൽ യാത്രക്കാരുണ്ടാകും എന്നതുകൂടി പരിഗണിച്ച് കോച്ചുകളുടെ എണ്ണവും കൂട്ടുന്നുണ്ട്. നിലവിൽ ശ്രീനഗർ ഖത്ര റൂട്ടിൽ 8 കോച്ചുകളുള്ള വന്ദേ ഭാരതാണ് ഓടുന്നത്. ഇത് 20 ഉയർത്താൻ റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട്. ട്രെയിൻ രാവിലെ 6:15-ന് ജമ്മുവിൽ നിന്ന് പുറപ്പെടും. രാവിലെ 11:10-ന് ശ്രീനഗറിലെത്തും. പിന്നീട് ശ്രീനഗറിൽ നിന്ന് ട്രെയിൻ തിരികെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് പുറപ്പെടുക. ഇത് വൈകുന്നേരം 6:50-ന് ജമ്മുവിലെത്തും. വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കടക്കമുള്ള വിവിധ മേഖലകളിലേക്ക് പോകുന്നവർക്ക് ജമ്മുകശ്മീർ വന്ദേ ഭാരത് എക്സ്പ്രസ് വലിയ ആശ്വാസമാണ്. ജമ്മുകശ്മീരിലെ ടൂറിസം വികസനത്തിന് ഈ ട്രെയിനിന്റെ സാന്നിധ്യം ഏറെ ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് റെയിൽ പാലം, ബനിഹാൽ ടണൽ എന്നിവയുൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലൂടെയാണ് ഈ പാത കടന്നു പോകുന്നത്. ഇത് തന്നെ ഒരു പ്രധാന ടൂറിസ്റ്റ് ആകർഷണമാണ്. ഖത്രയിലെ മാതാ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനങ്ങൾ വന്ദേ ഭാരതിന്റെ വരവിന് ശേഷം വർദ്ധിച്ചിട്ടുണ്ട്. യാത്രാസമയം വലിയ അളവിൽ കുറയ്ക്കുന്നു എന്നത് ടൂറിസ്റ്റുകളെ സംബന്ധിച്ച് വലിയ സൗകര്യമാണ്. 2026-ൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ആരംഭിച്ചതോടെ ട്രെയിൻ യാത്ര പുതിയൊരു ഘട്ടത്തിലേക്ക് നീങ്ങി. ട്രെയിൻ യാത്രക്കാർക്ക് ഇത് ഒരു സുപ്രധാന നവീകരണമാണെന്നത് നിസ്സംശയം പറയാൻ കഴിയും. ഇന്ത്യൻ റെയിൽവേയുടെയും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെയും ഔദ്യോഗിക അപ്ഡേറ്റുകൾ പ്രകാരം സ്ലീപ്പർ വേരിയന്റ് ഇന്ത്യയിലെ ദീർഘദൂര രാത്രിയാത്രകളിൽ മാറ്റം വരുത്താൻ ഒരുങ്ങുകയാണ്. ബംഗളൂരുവിൽ നിന്ന് പൂനെയിലേക്കുള്ള 18 മണിക്കൂർ ട്രെയിൻ യാത്ര ഇനി 13 മണിക്കൂറായി ചുരുങ്ങും. ദീർഘദൂര റൂട്ടുകളിലെ രാത്രി ട്രെയിൻ യാത്രകളിൽ വിപ്ലവകരമായ മാറ്റമാകും പുതിയ വന്ദേ ഭാരത് സ്ലീപ്പറിന്റെ വരവോടെ ഉണ്ടാവുക. രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ഹൗറ ഗുവാഹത്തി റൂട്ടിൽ ഈ വർഷം ജനുവരിയിൽ സർവീസ് ആരംഭിച്ചു. ഇതിന് പിന്നാലെയാണ് പുതിയ ട്രെയിൻ വരാൻ പോകുന്നത്. റൂട്ടിൽ യാത്രാ സമയത്തിൽ വലിയ ലാഭമാണ് സ്ലീപ്പർ ട്രെയിൻ വരുത്തുക. പുതിയ റൂട്ടിൽ കൃത്യമായ നിരക്കുകൾ ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ റൂട്ടിലെ വില നിർണ്ണയം അനുസരിച്ച് തന്നെയാകും ടിക്കറ്റ് നിരക്കുകൾ നിർദ്ദേശിക്കുക. 2 IT ഹബ്ബുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹൈസ്പീഡ് കോറിഡോറായി ബംഗളൂരു പൂനെ റൂട്ട് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളോടെ ട്രാക്കിലെത്തുന്ന ഈ ട്രെയിൻ രാജ്യത്തെ 2ാമത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസാണ്. 2026 ജനുവരി 17-ന് ഹൗറ കമാഖ്യ റൂട്ടിൽ ആരംഭിച്ചതാണ് രാജ്യത്തെ ആദ്യത്തെ സ്ലീപ്പർ സർവീസ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.